വിസ്മയ കേസ് പ്രതി കിരണിനും പരോൾ അനുവദിച്ചു. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ജയിൽ DGP പരോൾ അനുവദിച്ചത്. അജീഷ് ജയകുമാറിന്റെ തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, എന്താണ് ഈ പരോളിന്റെ കാരണം? ഗോകുൽ, എന്തായാലും 10 വർഷം കഠിന തടവിന് ശിക്ഷിച്ച വിസ്മയ കേസിലെ പ്രതിയായ കിരൺ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് തടവ് ശിക്ഷ അനുഭവിച്ചു വരുന്നത്. ഈ 2 വർഷത്തോളം ആകുന്നു ശിക്ഷ അനുഭവിച്ചു വരുന്നത്. അതിനിടയിൽ കിരൺ ഈ പരോൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ നേരത്തെ നൽകിയിരുന്നു. ഈ നേരത്തെ നൽകിയ അപേക്ഷയിൽ ഈ സാമൂഹ്യനീതി വകുപ്പിലെ പ്രൊബേഷണറി ഓഫീസർ അത് കിരണിൻ്റെ പ്രൊബേഷൻ നൽകിയിരുന്നില്ല. അതായത് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടായിരുന്നില്ല നൽകിയിരുന്നത്. പോലീസ് റിപ്പോർട്ടും അനുകൂലമായിരുന്നില്ല. അങ്ങനെ ആദ്യഘട്ടത്തിൽ പരോൾ നിഷേധിച്ചിരുന്നു. പിന്നീട് രണ്ടാമതും ഈ കിരൺ വീണ്ടും ഒരു അപേക്ഷ നൽകിയിരുന്നു. ആ ഘട്ടത്തിൽ പ്രൊബേഷണറി ഓഫീസർ കിരണിന് അനുകൂലമായി ഒരു റിപ്പോർട്ട് നൽകി. പക്ഷേ പോലീസ് അനുകൂലമായിരുന്നില്ല റിപ്പോർട്ട് നൽകിയത്. ആദ്യഘട്ടത്തിൽ സൂപ്രണ്ടായിരുന്നു പരോൾ നിഷേധിച്ചത്. പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായാണ് ഉപാധികളോടെ 30 ദിവസത്തെ പരോൾ അനുവദിച്ചിട്ടുള്ളത്. കടുത്ത നിബന്ധനകൾ ഈ പരോളിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ വിസ്മയുടെ വീടിൻ്റെ ഈ പരിസരത്തൊക്കെ പോകാൻ പാടില്ല. ഒപ്പം തന്നെ പോലീസ് നിരീക്ഷണം ഉണ്ടാകും. സാക്ഷികളെ ഒന്നും കാണാൻ പാടില്ല. ബന്ധുവിൻ്റെ വീട്ടിൽ താമസിക്കണം. തുടർന്നുള്ള കടുത്ത നിബന്ധനകളോടെയാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ കടുത്ത ഒരു ശിക്ഷ അനുഭവിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ട് എങ്ങനെ ജയിൽ വകുപ്പ് മേധാവി ഈ പരോൾ അനുവദിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും 30 ദിവസത്തേക്കാണ് ഈ കിരണിനും ഇപ്പോൾ പരോൾ അനുവദിച്ചിട്ടുള്ളത്. മുമ്പ് 2 വർഷം മുമ്പാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി കിരണിനെ 10 വർഷത്തേക്ക് ശിക്ഷിച്ചെന്തായാലും ഈ കേസിലെ പ്രതിയായിട്ടുള്ള കിരണിന് ഇപ്പോൾ 30 ദിവസത്തേക്ക് പരോൾ അനുവദിച്ച് ജയിൽ വകുപ്പ് മേധാവി ഉത്തരവിറക്കിയിട്ടുണ്ട്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കേരളം ഏറെ ചർച്ച ചെയ്ത വിസ്മയ കേസിലെ പ്രതിയായ കിരൺ കുമാറിനാണ് 10 വർഷം തടവും 12.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിച്ച കിരണിനാണ് ഇപ്പോൾ 30 ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത്. അതും റിപ്പോർട്ടുകൾ മറികടന്ന് DGPയുടെ തന്നെ ഇടപെടലിൽ വീണ്ടും ഒരാൾക്ക് കൂടി അങ്ങനെ പരോൾ കിട്ടിയിരിക്കുന്നു 30 ദിവസം.